നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമല്ല 400-ൽ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് കോൺഗ്രസിന്റെ സർവകാല റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റുമോ എന്നാണ് BJPയുടെ റിസർച്ച്. പക്ഷേ 400 പോയിട്ട് 300 പോലും കിട്ടാൻ പോകുന്നില്ല. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാനും പോകുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്ലാൻ. സഖ്യകക്ഷികൾക്കടക്കം സീറ്റ് കുറച്ചുകൊണ്ടാണ് BJP പരമാവധി സീറ്റുകളിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ BJP ശ്രമിക്കുന്നത് കൃത്യമായും ഈ റെക്കോർഡിന് വേണ്ടിയാണ്. ഇത് NDA കക്ഷികളുടെ സീറ്റ് കുറയ്ക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, NDAയിൽ കക്ഷികൾ വളരെ കുറവാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മഹാരാഷ്ട്രയിൽ അടക്കം 22 സീറ്റുകൾ NCPയുടെ അജിത് പവാർ വിഭാഗത്തിനും ഏക്നാഥ് ഷിൻഡെയ്ക്കും കൊടുക്കുന്നത് പുനരാലോചിക്കുകയാണ്. അതിൽ കുറച്ച് സീറ്റുകൾ കൊടുത്താൽ മതി, പരമാവധി 12-13 സീറ്റുകൾ മതി എന്ന രീതിയിലേക്ക് ഒരു പുനർവിചിന്തനം നടത്താനാണ് ഇവിടെ BJP ഉദ്ദേശിക്കുന്നതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇത്തവണ രാമക്ഷേത്രമാണ് പ്രധാനമായിട്ടും പ്രചരണ വിഷയമാക്കിക്കൊണ്ട് BJP ഇവിടെ നടക്കുന്നത്. സംഘപരിവാറിൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണ ഇത്തവണ കേന്ദ്രത്തിന് എല്ലാ രീതിയിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആയാണ് കണക്കാക്കുന്നതെങ്കിലും അത് നെഗറ്റീവായി തന്നെയായിരിക്കും തിരിച്ചടിക്കുക എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ധ്രുവീകരണം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു ഏതൊക്കെ രീതിയിലാണ് BJP വോട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആവേശം കെട്ടടങ്ങാതെ നോക്കാൻ സംഘപരിവാർ BJPയെ സഹായിക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കൃത്യമായി തടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെ നടത്തിയിട്ടുള്ള അധ്യക്ഷത വഹിച്ചിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അധികാരത്തിലേക്കല്ല, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് BJPയെ താഴെ ഇറക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരേതൊക്കെ രീതിയിലാണ് പ്രചരണം നടത്തുന്നത് അതിനെ തടുക്കാൻ നമുക്ക് കഴിയണം. അതിൽ രാമക്ഷേത്ര നിർമ്മാണമാണ് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിർത്താൻ വേണ്ടിയാണ് സംഘപരിവാർ നിതാന്തം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ അടക്കം തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞാണ് BJP ഇവിടെ മറ്റൊരു രീതിയിൽ ഇന്ത്യ സഖ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് ഏറെക്കുറെ പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നേരത്തെ പ്രചരണത്തിന് ഇറങ്ങുന്നത് നേട്ടമാണ് എന്ന് കണക്കാക്കിയ BJPക്ക് പല കാര്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനുവരി 28-നും ഫെബ്രുവരി 22-നും ഇടയിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നായി 1.25 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വലിയ രീതിയിൽ BJP കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നുണ്ട് ഇത് മതേതരത്വത്തിന് എതിരെ തന്നെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും 1-2 സംസ്ഥാനത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പോകും, ഇവിടെ സന്ദർശിക്കും, കോൺഗ്രസിന് എന്താണ് ഇത് പറയാനുള്ള അവകാശം എന്ന് ചോദിച്ചാൽ അതൊക്കെ തൃണമൂൽ ഗണിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഒരു പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായം സ്വാഭാവികമാണ്, അത് BJPക്ക് അകത്തുകൊണ്ട് അതിനെ കൃത്യമായി ടാക്ട്ഫുള്ളി കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് നോക്കുന്നത്. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അതിനു മുമ്പേ തന്നെ ഒരു മുഴ മുന്നേ തന്നെ കാര്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. 150 മുതൽ 160 വരെ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ജനുവരി 10-നോടകം തന്നെ കോൺഗ്രസ് പുറത്തുവിടുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഉത്തർപ്രദേശിലെ സീറ്റുകളും അതുപോലെ തന്നെ ബീഹാറിലെയും പ്രധാനപ്പെട്ട വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ അസാമിൽ നിന്നും അതുപോലെ ബംഗാളിൽ നിന്നുമൊക്കെ സീറ്റുകൾ പരമാവധി നേടണം. ഒറീസയിലും കൃത്യമായിട്ട് കണ്ണുവെച്ചിരിക്കുകയാണ് കൃത്യമായും ഇന്ത്യ മുന്നണി. അതൊക്കെ അനുവദനീയമാകുന്ന രീതിയിൽ, അതായത് പരമാവധി സീറ്റുകൾ മത്സരിച്ച് നേടിയെടുക്കുന്ന രീതിയിൽ സഖ്യമുണ്ടാക്കി തന്നെയാണ് മുന്നേറാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. 437 സീറ്റുകളിലേക്ക് BJP കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. ഇത്തവണ അത് വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമമെങ്കിലും പരമാവധി സീറ്റുകളിൽ ഒത്തൊരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം.